നിഷ്കളങ്കരായ കുറേ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കടലോര നിവാസികളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ 10 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി വഖഫ് അല്ല എന്ന് പ്രഖ്യാപിച്ചു. കളി കഴിഞ്ഞു, ട്രോഫി കിട്ടണം. സെമി കഴിഞ്ഞു, ഫൈനലും കഴിഞ്ഞ് ട്രോഫിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വഖഫ് അല്ലാത്തൊരു ഭൂമി കുതന്ത്രം കൊണ്ട് നേടിയെടുക്കാൻ 2008 തുടങ്ങി വഖഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2008 16 കൊല്ലമായി വഖഫ് ഈ ഭൂമി തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് ശക്തമായി 2 ദൈവദൂതന്മാരെ പോലെ 2 ജഡ്ജിമാർ ഇതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് അവർ വിധി പ്രഖ്യാപിച്ചു. ഇത് വഖഫല്ല, നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. എന്നാൽ ഈ വിധി നടപ്പാക്കി തരാൻ, ഈ റവന്യൂ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ചു തരാൻ ഇതുവരെയും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അസംസ്കൃതവും അപരിഷ്കൃതവുമായ ഈ നിയമം എന്നേക്കുമായി അറബിക്കടലിലേക്ക് എറിയാൻ നമ്മുടെ മോനമ്പം സമരം കൊണ്ട് കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഒരു ഭൂമിയും പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് മണിച്ചിത്രത്തായിട്ട് അതിന് പൂട്ടി. പക്ഷെ മോനമ്പത്തിന് മാത്രം ഒന്നും ചെയ്തില്ല. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾ നമുക്ക് റവന്യൂ അവകാശം തരുന്നില്ല. 3 പ്രാവശ്യമായി 10 കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഹൈക്കോടതിയിൽ കേസ് നടന്നു. ഈ 3 പ്രാവശ്യവും AG ഹാജരായില്ല. ഞങ്ങൾ മന്ത്രിമാരായിട്ട് സംസാരിക്കും, നാളെ ഹാജരാകും, രാവിലെ സാറേ ഹാജരാകും. പക്ഷേ 3 പ്രാവശ്യം ഹാജരാകുന്നില്ല. AG ഹാജരായി കഴിഞ്ഞാൽ സിംഗിൾ ബെഞ്ചിലെ കേസ് തീർന്നാൽ നമ്മളുടെ റവന്യൂ അവകാശം നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ 4 വക്കീൽമാർ, ഏറ്റവും സീനിയറായ 4 വക്കീൽമാരെയാണ് നമ്മൾ ഏർപ്പാടാക്കിയിരുന്നത് ഈ ഭൂസമര സമിതിക്ക് വേണ്ടി. 4 വക്കീൽമാരാണ്. ഈ 4 വക്കീൽമാരും അവരാവശ്യത്തിന് പൈസ മേടിച്ചല്ലാണ്ട് കൃത്യമായിട്ട് അവർ ഒന്നും തന്നെ ചെയ്തില്ല. ഏറ്റവും വിഷമകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞ വക്കീൽ ജഡ്ജിയായി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫയലെല്ലാം കൊണ്ടുപോയിക്കോ. ഞാനും സുനിലും ബിബിനും അയാളുടെ 2ാം നിലയുടെ മുകളിൽ നിന്ന് ഈ ഫയലായിട്ട് ഇറങ്ങി വരുമ്പോൾ ആരോ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട്. ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഇനി എങ്ങാട് പോകും. ഇത്ര നാൾ കേസ് പറഞ്ഞ് 2 ലക്ഷം രൂപ അയാൾ അദ്ദേഹത്തിന് കൊടുത്തു. അയാൾ ജഡ്ജിയായി പോയി. അങ്ങനെ 4 വക്കീൽമാരും ഈ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല. നമുക്ക് നോട്ടീസ് തന്നില്ല, നമ്മുടെ ഭൂമി അളന്നില്ല, ഗസറ്റിൽ പരസ്യം ചെയ്തില്ല, മന്ത്രിസഭ തീരുമാനിച്ചില്ല. എന്നിട്ട് പോലും വഖഫ് ഈ ഭൂമി എഴുതിയെടുത്തിട്ട് ഇവിടെ ചോദിക്കാൻ ആരുമില്ലാത്ത സമയത്താണ് ഞങ്ങൾ ഇനി ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് റോബിനച്ഛനെയും മെത്രാനെയും പോയി കാണുകയും, മെത്രാൻ വഴി ജോർജ് പൂന്തോട്ടത്തിനെ ഞങ്ങൾ പോയി കാണുകയും, പൂന്തോട്ടം സാറ് വളരെയധികം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ കേസ് ഏറ്റെടുക്കാം നോക്കട്ടെ. അദ്ദേഹം കേസ് ഏറ്റെടുത്തിട്ട് ഇവിടെ നടന്ന പുകിലി ജോർജ് പൂന്തോട്ടം കേസ് തോക്കാനാണ്. ജോർജ് പൂന്തോട്ടം കേസ് തോക്കാൻ വേണ്ടി വാദിക്കുന്ന ആളാണ്. എന്തെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ മാനഹാനിപ്പെടുത്തി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെല്ലുമ്പോൾ ഞങ്ങൾ പേടിച്ചാണ് ചെല്ലുന്നത്. ഇതെല്ലാം അദ്ദേഹം അറിയണം. ഇനിയെങ്കിലും നിങ്ങൾ പറഞ്ഞ നാക്കത്തൊരു കുരിശിടണമെങ്കിൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം 2.5 മണിക്കൂർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ സുപ്രീം കോടതിയിലെ വിധികളെല്ലാം എടുത്തിട്ട് കൊടുത്തുകൊണ്ട് വഖഫല്ല എന്ന് തെളിയിക്കുന്ന, അങ്ങനെയാണ് നമുക്ക് ഈ വിധി കിട്ടിയത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തൊക്കെ തന്നെ ആയാലും എല്ലാത്തിനും നല്ലത് ഇനി നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. ഇപ്പം തന്നെ നിസ്സാര ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൾക്കാർക്ക് ഈ ഭൂമി വേണ്ട എന്താണെന്ന് നമുക്കറിയില്ല. ഈ സമയത്ത് ഈ നമുക്ക് കോടതി വിധി കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് ഇത് നടത്തി തരുന്നില്ല എന്ന് ചോദിക്കണം പോലും ആൾക്കാർ. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ആധാരത്തിൻ്റെ കോപ്പിയെങ്കിലും കത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ പോയാണ്. അറബിക്കടലിൻ്റെ തീരത്ത്, നമ്മുടെ പോറ്റമ്മയായ അമ്മയുടെ തീരത്ത് നമ്മുടെ ആധാരത്തിൻ്റെ
കോപ്പി അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ട് നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.